പിന്നീട് സ്തന്യപാനം ചെയ്യിപ്പിച്ചു. പിന്നീട് നാം മടിയിലിരുത്തിക്കൊണ്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, കൈലാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പാണ്. അപ്പൊ കൃത്തികകളെ പ്രത്യേകമായിട്ട് അനുഗ്രഹിച്ചുകൊണ്ട് എന്നാണ്. കാരണം ഈ കുട്ടിയെ ജനിച്ചപ്പോൾ മുതൽ ഇതുവരേക്കും യാതൊരു ആപത്തും കൂടാതെ സംരക്ഷിച്ചത് നിങ്ങളാണ്, മുലപ്പാല് നൽകിയത് നിങ്ങളാണ്. നിങ്ങളും ശരിക്കും ഈ സുബ്രഹ്മണ്യന്, സ്കന്ദന് മാതൃതുല്യരായിട്ട് ഉള്ളവരാണ്. അതുകൊണ്ടാണ് കൃത്തികമാരാൽ പാലിക്കപ്പെട്ടവൻ എന്ന ആ ഒരു അർത്ഥത്തിൽ കാർത്തികേയൻ എന്ന ഒരു പേര് കൂടിയിട്ട് ആ സുബ്രഹ്മണ്യന് വരാൻ കാരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാൻ കൃത്തികമാരെ പ്രത്യേകമായിട്ട് അനുഗ്രഹിച്ചു. വീണ്ടും ദേവന്മാർ ദുന്ദുഭി മുഴക്കാൻ തുടങ്ങി. അവിടുന്ന് ആ കുമാരനെയും കൂട്ടിക്കൊണ്ട്, സുബ്രഹ്മണ്യനെയും കൂട്ടിക്കൊണ്ട് മടങ്ങിപ്പോരുകയാണ്. അപ്പോൾ ഈ കൃത്തികകൾക്ക് പ്രത്യേകമായിട്ടൊരു വരം കൊടുത്തു. ഇന്നു മുതൽ ഭൂമിയിൽ മനുഷ്യർ ഈ കാർത്തിക മാസം എന്നാണ്. കാർത്തികം നമ്മൾ സാധാരണ വൃശ്ചികം എന്ന് പറയുന്ന മാസത്തിലെ കാർത്തിക നക്ഷത്രം, അത് വ്രതമായിട്ട് എന്നാണ്. വളരെ പ്രാധാന്യമുള്ള ഒരു ദിനമായിട്ടാണ് പറയുക കാർത്തിക. ധാരാളം ദീപം തെളിയിച്ചും അന്നത്തെ ദിവസം വ്രതാനുഷ്ഠാനത്തോടു കൂടിയിട്ടും, പ്രത്യേകിച്ചും കാർത്തികേയന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു ദിനം കൂടിയിട്ടാണ് ഈ കാർത്തിക. അപ്പൊ എല്ലാവരും ആ കാർത്തിക പ്രത്യേകമായി വ്രതമനുഷ്ഠിക്കുമെന്നും ആ വ്രതമനുഷ്ഠിക്കുന്നവരുടെ എല്ലാ ആഗ്രഹങ്ങളെയും ഈ സുബ്രഹ്മണ്യൻ സഫലമാക്കും എന്ന് പറഞ്ഞു. പ്രിയതയസ്യ ചരിഷ്യന്തി വ്രതം ചിരകൃതാദര തേഷാം ഇഷ്ടാനി പ്രീതോയം സദ്യോ ദാസ്യത്യസംശയം. പുത്രാർത്ഥി ലഭതേ പുത്രാൻ സത്രിയം സ്ത്രീകാമ ആപ്നുയാൽ ധനാർത്ഥി ഇഷ്ടധനം ഭൂരി പശുകാമ പശൂൻ ബഹൂൻ. വിദ്യാർത്ഥി ലഭതേ വിദ്യാം നിഷ്കാമോ മോക്ഷമാപ്നുയാൽ. കുമാരസംഭവ. ഇവിടെ ഈ കുമാരസംഭവം, അതായത് ശിവപുത്രനായിട്ട് പാർവതീ പരമേശ്വരന്മാരുടെ പുത്രനായിട്ട് ആ കാർത്തികേയൻ സുബ്രഹ്മണ്യൻ ആവിർഭവിച്ച ആ കഥാസന്ദർഭത്തെ പറഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ചും ഈ കാർത്തിക, നമുക്കത് വരാൻ പോകുന്നതാണ് കാർത്തിക. ആ കാർത്തികയിൽ വ്രതമനുഷ്ഠിക്കുകയും കാർത്തികേയനായിട്ടുള്ള സുബ്രഹ്മണ്യനെ ഭജിക്കുകയും ഒക്കെ ചെയ്താൽ ആ ഭഗവാന്റെ ആ കുമാരസംഭവം അല്ലെങ്കിൽ സ്കന്ദ അവതാരം, സുബ്രഹ്മണ്യന്റെ ആവിർഭാവത്തെ കേൾക്കുകയും ഒക്കെയാണ് എങ്കിൽ നമ്മളുടെ പ്രാർത്ഥനകളെല്ലാം സഫലമാവും എന്നിവിടെ പറഞ്ഞു. ഇത്തരത്തിൽ കാർത്തികേയ അവതാരത്തെ വർണ്ണിച്ചുകൊണ്ടാണ് ആ ഒരു കഥാസന്ദർഭത്തെ ഇവിടെ സമർപ്പിക്കുന്നത്. നമ പാർവതീപതയേ ഹര ഹര മഹാദേവ. തുടർന്നുള്ള പാരായണം ആരംഭിക്കുന്നതിന് മുൻപായിട്ട് നമുക്കിവിടെ ഈ നവഗ്രഹ പൂജയില് ആ നവഗ്രഹ സ്തുതികളെ ചൊല്ലിക്കൊണ്ട് അർച്ചിക്കേണ്ടതായ സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും പുഷ്പാക്ഷതങ്ങളെ തരും. അത് കയ്യിൽ സ്വീകരിച്ചിട്ട് ഇവിടെ ചൊല്ലിത്തരുന്ന നാമങ്ങളെ ചൊല്ലുക.